2 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. അതായത് ആ വീഡിയോയുടെ റീസൺ എന്താണ്, വീഡിയോ എന്താണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. കാരണം അതിലൊരു അച്ഛനും മകളെയാണ് കാണിച്ചിരിക്കുന്നത്. അച്ഛനും മകളെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പൂന പോലീസുകാരുടെ പിടിയിൽ എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തെങ്കിലും കാണുമെന്നറിയാമല്ലോ. ചുമ്മാ പോലീസുകാർ പിടിക്കില്ലല്ലോ കാര്യമില്ലാതെ. അപ്പോൾ ഈ അച്ഛനും മകളും ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന് നല്ല പ്രായമുണ്ട്, ഒരുപക്ഷെ അച്ഛനായിരിക്കില്ല അത് ചെയ്യുന്നത്. എങ്കിലും ഈ അച്ഛനും മകളും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ ഹോട്ടലുകളിലും ചെല്ലുക, റൂം എടുക്കുക, മാസങ്ങളോളം താമസിക്കുക, കാശ് കൊടുക്കാതെ മുങ്ങിക്കളയുക. ഇതാണ് ഇവരുടെ തൊഴിൽ. ഇത് നിരന്തരമാണ്. ഒരു ഹോട്ടലല്ല, പല പല ഹോട്ടലുകളിൽ താമസിക്കുക, എന്നിട്ട് അവിടെ റൂം എടുക്കുക, അതിനുശേഷം മുങ്ങിക്കളയുക. ഇതാണ് ഇവരുടെ നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ. അങ്ങനെ പല പല ഹോട്ടലുകളിൽ ഇങ്ങനെ ക്യാഷ് കിട്ടാണ്ടായി വിഷയങ്ങളായപ്പോൾ അവർ കേസ് കൊടുത്തു. അങ്ങനെ ഇവരെ തിരച്ചിൽ തുടങ്ങി. ഇവരെ തിരഞ്ഞ് ഇവരെ കണ്ടെത്തിയത് പൂന പോലീസുകാരാണ്. പൂനെയിൽ വെച്ച് പൂനെയിലെ പോലീസുകാരാണ് ഇവരെ പിടികൂടിയത്. ഇവർ പൂന വരെ പോയി, നിസാരം പറഞ്ഞാൽ. അങ്ങനെ അവിടെ വെച്ചാണ് ഇവരെ പിടിക്കുന്നത്, അച്ഛനെയും മകളെയും. ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഇവർ പല പല ഹോട്ടലുകളിൽ. അപ്പോൾ ആ വീഡിയോ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവരും, എൻ്റെ ചേട്ടനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പോയിട്ടാണ് ആ 2 വ്യക്തികളെ പിടികൂടിയത്. എൻ്റെ ചേട്ടനും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ 2 വ്യക്തികളെ പിടികൂടിയത്, പൂന പോലീസിൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പലരും സൂക്ഷിക്കുക. ഈ 2 മുഖങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ഈ വീഡിയോ ഓർക്കുക. ഈ വീഡിയോ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ആർക്കും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. ഇനി ആരും ഒരു ഹോട്ടലുകാരും ഇങ്ങനെയുള്ള വ്യക്തികളെ അടുപ്പിക്കാതിരിക്കട്ടെ. ഏതൊരു ജോലിക്കും അതിൻ്റേതായ രീതികളുണ്ട്. ഏതൊരു മനുഷ്യനും കഷ്ടപ്പെടുന്നത് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ്. ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, ഹോട്ടലുകാരായാലും ആരായാലും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറ്റിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ചതിവിൻ്റെ ലോകമാണ്. എവിടെ തിരിഞ്ഞാലും ചതിയാണ്. ആര് നമ്മളെ ചതിക്കുമെന്ന് ആർക്കും അറിയില്ല. നമ്മൾ നിസ്സാരം ഒരു 10 മുട്ട വാങ്ങിക്കൊണ്ട് പോകുന്നു. ഒരു ചെറിയൊരു തട്ട് കിട്ടിയാൽ മതി, മുട്ട പൊട്ടും. അവിടെയും ചതിയല്ലേ. നമുക്കൊന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മുമ്പോട്ട് വെക്കാൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ 3 വട്ടം നമ്മൾ ആലോചിച്ച് വേണം ആ കാര്യത്തിലേക്ക് കടക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ ഓരോ രീതികൾ. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ അതാണ്. ഹോട്ടലുകളിൽ മുറിയെടുത്തിട്ട് മാസങ്ങളോളം താമസിക്കുക, കാശ് കൊടുക്കാതെ മുങ്ങുക. അവരെ തിരഞ്ഞ് അവസാനം പൂന പോലീസുകാരാണ് കണ്ടെത്തിയത്. അവരെ പിടിച്ചു. അപ്പോൾ ഇതുപോലെ പലയിടത്തും പലരും ചെയ്യുന്നുണ്ടാവും. ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല. ചിലതറിയുന്നു, ചിലതറിയാതെ പോകും. ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇതറിയാതെ പോകും. മറ്റൊരാളുടെ കയ്യിൽ ഈ വീഡിയോ അപ്പോഴും കിട്ടിയിട്ടില്ല. ആദ്യം കിട്ടിയത് എനിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ അച്ഛനെയും മകളെയും എവിടെ കണ്ടാലും നിങ്ങൾ സൂക്ഷിക്കുക. ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോസല്ല, ഞാൻ ആദ്യം ഇട്ടൊരു വീഡിയോസ് ഉണ്ട്, അത് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരും ഒന്ന് കണ്ണോട്ടിച്ച് പോകട്ടെ, എങ്കിലേ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവത്തുള്ളൂ. തള്ളയെ കലിപ്പ് തീരുന്നില്ല, ഒരു നാളും കലിപ്പ് തീരില്ല. എന്ത് ചെയ്യാനാ, കലിപ്പോട്